ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ 2025 ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഇൻഫിനിക്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് ഹോട്ട് 65G എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ജൂലൈയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. അപ്പം ഇതിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7050 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ 6.745 HD+ LCD ഡിസ്പ്ലേ വരാനാണ് സാധ്യതയുള്ളൂ. പഞ്ച്വൽ ഡിസൈൻ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറ ഒക്കെ വന്നേക്കാം. 5000 mAh ബാറ്ററി ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ ടെക്നോ പോവ 7 സീരീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ജൂലൈ 4 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം ഈ ഒരു സീരീസിൽ ടെക്നോ പോവ 7 Pro അതുപോലെ തന്നെ 7 Ultra എന്നീ ഫോണുകൾ വന്നേക്കാം. ഇപ്പോൾ ഇതിൽ ടെക്നോ പോവ 7 Ultra എന്നുള്ള സ്മാർട്ട് ഫോണിൽ 6.67 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. മീഡിയാടെക് ഡിമെൻസിറ്റി 8350 അൾട്ടിമേറ്റ് എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 108+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 6000 mAh ബാറ്ററിയും 70 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരും. 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. ജൂലൈ 4 ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ ടെക്നോ പോവ 7 അതുപോലെ തന്നെ 7 Proയും ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ ജൂലൈ 8 OnePlusൻ്റെ OnePlus Nord C5 എന്ന സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. മീഡിയാടെക് ഡിമെൻസിറ്റി 8350 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 7100 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ജൂലൈ 8 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യും. പിന്നെ ജൂലൈ 8 തന്നെ OnePlus Nord 5 എന്ന സ്മാർട്ട് ഫോൺ കൂടി ഇതിൻ്റെ കൂടെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിൽ 6.83 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 6700 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ജൂലൈ 8 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ജൂലൈയിൽ തന്നെ വിവോയുടെ X200 FE എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ജൂലൈ പകുതിയോടെ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ഇത് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. 6.3 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. മീഡിയാടെക് ഡിമെൻസിറ്റി 9300+ എന്ന പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. 50+8 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 6500 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ വിവോ X Fold 5 എന്ന ഫോൾഡബിൾ ഫോൺ കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു ദിവസം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിൽ 8.03 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 6.53 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. 50+50+50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 2 ഡിസ്പ്ലേയിലും 20 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 6000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 40 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. വില ഒരു 1.25 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. പിന്നെ ഓപ്പോ റെനോ 14 സീരീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ജൂലൈയിൽ ലോഞ്ച് ചെയ്തേക്കാം. അപ്പം ഇതിൽ 2 ഫോണുകൾ വരുന്നതായിരിക്കും. ഓപ്പോ റെനോ 14 അതുപോലെ തന്നെ 14 Proയും. അപ്പം ഓപ്പോ റെനോ 14 എന്നുള്ള സ്മാർട്ട് ഫോണിൽ 6.59 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. മീഡിയാടെക് ഡിമെൻസിറ്റി 8350 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 50+50+8 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 6000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരും. ഇത് കൂടാതെ ഓപ്പോ റെനോ 14 Pro എന്ന സ്മാർട്ട് ഫോൺ വരുന്നതായിരിക്കും. ഇതിൽ 6.83 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ മീഡിയാടെക് ഡിമെൻസിറ്റി 8450 എന്ന പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. 50+50+50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 6200 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരും. പിന്നെ മോട്ടോറോളയുടെ മോട്ടോ G96 5G എന്ന സ്മാർട്ട് ഫോൺ ജൂലൈയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരും. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5500 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇത് കൂടാതെ ജൂലൈയിൽ മോട്ടോ G86 പവർ എന്ന സ്മാർട്ട് ഫോൺ കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം.
ഇപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന POLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ 6720 mAhന്റെ ബാറ്ററിയും 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ AI+ എന്ന ഒരു ബ്രാൻഡിൻ്റെ പുതിയ 2 ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ജൂലൈ 8 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. AI+ Nova 5Gയും അതുപോലെ തന്നെ AI+ Pulse 4Gയും. അപ്പം ഇതിൽ Nova 5Gയിൽ യൂണി SoC T8200 എന്ന പ്രോസസ്സറായിരിക്കും വരിക. 50 മെഗാ പിക്സൽ ബാക്ക് ക്യാമറ വരുന്നതായിരിക്കും. 5000 mAhന്റെ ബാറ്ററി വരുന്നതായിരിക്കും. Pulse 4Gയിൽ യൂണി SoC T7250 എന്ന പ്രോസസ്സറായിരിക്കും വരിക. 50 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 5000 mAhന്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പുതിയൊരു ബ്രാൻഡാണ്. മുമ്പ് റിയൽമിയിൽ ഉണ്ടായിരുന്ന മാധവ് സേത്താണ് ഇതിൻ്റെ ഇപ്പോഴുള്ള ഹെഡ്. എന്തായാലും ഇവരുടെ പുതിയ 2 ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ജൂലൈ 8 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ ജൂലൈ 1 തന്നെ നത്തിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് നത്തിങ് ഫോൺ 3 എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഇതിൽ LTP എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പഴയ ഗ്ലിഫ് ഇൻ്റർഫേസ് ഒഴിവാക്കിയിട്ട് ഫോണിൻ്റെ ബാക്കിൽ ഡോട്ട് മെട്രിക്സ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ Snapdragon 8s Gen 4 എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 5150 mAhന്റെ ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ വില ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന വില ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 40,000-45,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോണിൻ്റെ വില വന്നേക്കാം എന്നാണ്. പിന്നെ സാംസങ്ങിൻ്റെ ഫോൾഡബിൾ ഫോൺസ് ഇന്ത്യൻ മാർക്കറ്റിൽ ജൂലൈ 9 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ സാംസങ് Z Fold 7 എന്ന ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. അപ്പം ഇത് വലിയ ഫോൾഡബിൾ ഫോണാണ്. ഇതിൽ 8.2 ഇഞ്ചിൻ്റെ 2.2K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പുറത്ത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിലും സപ്പോർട്ട് ചെയ്യും. Snapdragon 8 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. 200+10+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നതായിരിക്കും. ഒരു ഡിസ്പ്ലേയിൽ 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഒരു ഡിസ്പ്ലേയിൽ 4 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇത് അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ ആയിരിക്കും. പിന്നെ 4400 mAhന്റെ ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ജൂലൈ 9 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. വില നമുക്ക് 1.5 ലക്ഷം ടു ഒരു 1,60,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ സാംസങ്ങിൻ്റെ Z Flip 7 എന്ന ഫ്ലിപ്പ് ഫോൺ കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ ജൂലൈ 9 ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൽ 6.85 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് അത്യാവശ്യം വലിയ 4 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പിന്നെ Snapdragon 8 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരും. 50+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 4174 mAhന്റെ ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. വില നമുക്ക് 1,10,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ ജൂലൈയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം റിയൽമിയുടെ 15 സീരീസ് ലോഞ്ച് ചെയ്തേക്കാം. അപ്പം ഇതിൽ റിയൽമി 15 എന്നുള്ള സ്മാർട്ട് ഫോണിൽ Snapdragon 7 Gen 4 എന്ന പ്രോസസ്സറും 6300 mAhന്റെ ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വന്നേക്കാം. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. വില 18,000 to 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് കൂടാതെ റിയൽമി 15 പ്രോയും അതുപോലെ തന്നെ റിയൽമി 15 ലൈറ്റൊക്കെ ഇതിൻ്റെ കൂടെ ലോഞ്ച് ചെയ്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ജൂലൈയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകൾ. അപ്പം ഞാനിതിൽ ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.